യെസ് മക്കളെ, അപ്പോ ഇനി ഒരേ ഒരു ചാപ്റ്റർ മാത്രം ബാക്കി അല്ലെ. 3 ചാപ്റ്ററുകൾ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞ് ആദ്യത്തെ ചാപ്റ്റർ ഞാൻ എടുത്തു തന്നായിരുന്നു, രണ്ടാമത്തെ ചാപ്റ്റർ അതുൽ സാറ്, മൂന്നാമത്തെ ചാപ്റ്റർ നിഖിൽ സാറ്. ഓക്കെ, അപ്പൊ തുടക്കം ഞാൻ തന്നെ ആയതുകൊണ്ട് ഒടുക്കവും ഞാൻ തന്നെ. ഓക്കെ, ആദ്യം തുടങ്ങി അവസാനം വരെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരുന്നോളണം. സാറ് ക്ലാസ് എടുക്കുമ്പോൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ്. അതായത് ഈ 4 ചാപ്റ്ററുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4ാമത്തെ ചാപ്റ്റർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്റർ. അതിനുശേഷം 1ഉം 2ഉം ചാപ്റ്ററുകൾ. ഓക്കെ, ECFും ESFും ലാസ്റ്റ് ആണ് കറണ്ട് ഇലക്ട്രിസിറ്റി. അങ്ങനെയായിരിക്കും മാർക്ക് ഡിവിഷൻ വന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നോളണം. ഇതിൽ കുറച്ചധികം ലോസ് വരാനുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2-3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്ററിന്റെ പേര് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഓക്കെ ആണല്ലോ. ചാപ്റ്റർ നമ്പർ 4 മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ അതേതാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് ബയോട്ട് സവാർട്സ് ലോ ആണ്. ഓക്കെ, ബയോട്ട് സവാർട്സ് ലോ സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്നതാണ് ബയോട്ട് സവാർട്സ് ലോ. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ കറന്റ് ക്യാരിയിങ് സർക്കുലാർ ലൂപ്പ്. ഒരു സർക്കുലാർ ലൂപ്പിലൂടെ അല്ലെ, ഒരു സർക്കുലാർ ലൂപ്പിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഓക്കെ, ഒരു ഡെറിവേഷൻ ആണത്. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ആംബിയർ സർക്യൂഷൻ ലോ. ഓക്കെ, ആംബിയർ സർക്യൂഷൻ ലോ. ലാസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ സോളിനോയിഡ്. ഈ 4 പേരെ പഠിക്കാതെ 4ാമത്തെ ചാപ്റ്ററിൽ വേറെ എന്ത് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആകൂല. ഓക്കെ, എന്നാൽ ഇത് മാത്രം പഠിച്ചാൽ മതിയാ. അല്ല, ചെറിയ ചെറിയ ഓക്കെ 2 മാർക്കിനും 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ഇന്നത്തെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. ഓക്കെ, സ്ഥിരമായിട്ട് നമുക്കറിയാവുന്ന 10ാം ക്ലാസ് തുടങ്ങി നമ്മൾ പഠിച്ചേക്കുന്ന ഒരു കാര്യമാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ ഗ്രിപ്പ് റൂൾ. വേറൊന്നുമല്ല, നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നമ്മളെ റൈറ്റ് ഹാൻഡിൽ പിടിക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നമ്മളെ റൈറ്റ് ഹാൻഡിൽ പിടിക്കുകയാണെങ്കിൽ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഓക്കെ, തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറണ്ടിന്റെ ഡയറക്ഷനും, ഓക്കെ, ബാക്കി മടങ്ങിയിരിക്കുന്ന ഓരോ വിരലുകളും, ഓക്കെ, കേള ചെയ്തിരിക്കുന്ന ഓരോ ഫിംഗേഴ്സും ആരെയാണ് സൂചിപ്പിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. Curl the palm of your right hand around the circular wire with fingers pointing in the direction of magnetic field and the right hand thumb give the direction of current. തമ്പ് തരുന്നത് കറണ്ടിന്റെ ഡയറക്ഷനും ബാക്കി മടങ്ങി കേൾ ചെയ്തിരിക്കുന്ന ഓരോ ഫിംഗേഴ്സ് തരുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ആയിരിക്കും. ഒരിക്കലും റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഡിഫൈൻ ചെയ്ത് എന്നും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. പിന്നെ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്? ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് അല്ലെങ്കിൽ ഏത് ലോയാണ് ഉപയോഗിക്കേണ്ടത്? അതാണ് ഇതിലെ ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാലോ. നെക്സ്റ്റ് ടോപ്പിക് ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല മക്കളെ, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്താണ്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ്ങിലാണെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മൂവിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഫോഴ്സ് അനുഭവപ്പെടുന്നു ആർക്ക്? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന മൂവിങ് ആയിട്ടുള്ള ഒരു ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സിനെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയും. മൂവിങ്ങിലും റെസ്റ്റിലുമായിട്ടിരിക്കണമെങ്കിലാ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. ഓക്കെ, മറന്നു പോകരുത് കേട്ടോ. അപ്പോ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് F is equal to Q into V cross B. F is equal to Q into V cross B ആണ്. ഇനി V ക്രോസ് B യെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് പ്രൊഡക്റ്റ് ആണല്ലേ, എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ F is equal to QVB സൈൻ തീറ്റ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. F is equal to QVB സൈൻ തീറ്റ. ഓക്കെ, അപ്പൊ നോക്കിക്കോണം, നമ്മളുടെ കയ്യിൽ കുറച്ചധികം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകൾ ഉണ്ട്. ഓക്കെ, അവിടെ ഞാൻ Q എന്ന് പറയുന്ന ഒരു ചാർജ് വെക്കുന്നു. ബി എന്ന് പറയുന്ന വെക്ടർ നമ്മളിവിടെ കാണിക്കുമ്പോഴാണ്, ഓക്കെ, ബി എന്ന് പറയുന്ന ഒരു വെക്ടർ നമ്മളിവിടെ കാണിക്കുമ്പോഴാണ്
ഇത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകളാകുന്നത്. ഓക്കെ, ഈ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് മൂവ് ചെയ്യാണ് വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ. ഓക്കെ, വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഈ ചാർജ് മൂവ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുമായിട്ട് ഇവന്റെ വെലോസിറ്റി വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. ഇനി 3 കേസുകളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ ആയിരുന്നു. പെർപെൻഡിക്കുലർ ആകുമ്പോൾ എന്ത് സംഭവിക്കും, ആന്റി പാരലൽ ആയിട്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, പാരലൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും. വേറൊന്നുമില്ല, ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ മാത്രം വ്യത്യാസം വരും. വേറെ ഒന്നും അതിൽ പഠിക്കാനില്ല, പേടിക്കാനുമില്ല. ഓക്കെ, വെൻ ഇറ്റ് മൂവ് പെർപെൻഡിക്കുലർ, ആദ്യത്തെ കണ്ടീഷൻ അതാണ്. അതായത് ഈ ചാർജ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുക. പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ മൂവ് ചെയ്യുക. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിയിൽ മൂവ് ചെയ്യുക. 90 ഡിഗ്രിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റയുടെ വാല്യൂ 90 ആയിരിക്കും. നമ്മളുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. അതിൽ തീറ്റയ്ക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 90 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സൈൻ 90യുടെ വാല്യൂ എത്രയാണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ എന്ത് കിട്ടും, എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി. എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കേസ് 2. ഓക്കെ, കേസ് 2ൽ എന്താണ് സംഭവിക്കുന്നത്, ഈ ചാർജ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പാരലൽ ആയിട്ട് മൂവ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പാരലൽ ആയിട്ട് ചാർജ് മൂവ് ചെയ്യുന്നു. പാരലൽ ആയിട്ടാണ് ചാർജ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റയിൽ തീറ്റയ്ക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 0 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ 0. സൈൻ 0ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ടോട്ടൽ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പാരലൽ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ചാർജിന് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ കേസ് 3. ഓക്കെ, കേസ് 3 വേറൊന്നുമല്ല, മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ക്യൂ എന്ന് പറയുന്ന ചാർജ് ആന്റി പാരലൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആന്റി പാരലൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ആന്റി പാരലൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും, തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി വരും. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി വരും. ഓക്കെ, സൈൻ 180യുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, അതും 0 ആണ്. ഓക്കെ, സൈൻ 180യുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയതുകൊണ്ട് ടോട്ടൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാലും 0 തന്നെ കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്ന ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, വൈ ന്യൂട്രൽ ചാർജ് ഡസ് നോട്ട് ഹാവ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ന്യൂട്രൽ ചാർജുകൾക്ക് ഇല്ല. എന്തുകൊണ്ട്? കാരണം എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റയാണ്. ന്യൂട്രൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും ഇല്ല, നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും ഇല്ല. ക്യൂവിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ക്യൂവിന്റെ വാല്യൂ 0 ആകുകയാണെങ്കിൽ ടോട്ടൽ ഇക്വേഷനിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ന്യൂട്രൽ ചാർജുകൾക്ക് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഇല്ല. 1 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് ന്യൂട്രൽ ചാർജുകൾക്ക് എന്തില്ല, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഇല്ല. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്, മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. സാർ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകൾ വരക്കുന്നു. അവിടെ ഞാൻ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ വെക്കുന്നു. ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഐ ആണ് ഇവിടത്തെ കറണ്ട്. ഇവിടത്തെ ഏരിയ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എ ആണ്. ഇവന്റെ ടോട്ടൽ ലെങ്ത്, ഓക്കെ, ഇവന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഓക്കെ ആണോ? ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുമായിട്ട് ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീറ്റയാണ്. ഓക്കെ, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, ഇനി പറയാൻ പോണ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആദ്യം നോട്ട് ചെയ്യും. ഗിവൺ ഡാറ്റ പോലെ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ഗിവൺ ഡാറ്റ എഴുതുന്ന പോലെ നമ്മൾ ഈ കാര്യങ്ങൾ ആദ്യം നോട്ട് ചെയ്യും. ഐ ഈസ് ഈക്വൽ ടു കറണ്ട് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ,
എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ എൽ ആൻഡ് ബി, എല്ലിനും ബിക്കും ഇടയിലുള്ള ആംഗിൾ അല്ലെ, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ലെങ്ത്തും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, ഇനി ഈ കണ്ടക്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഇൻറ്റു ഈ ഫിഗറിലുള്ള ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ, ഓക്കെ, ഈ കണ്ടക്ടറിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ വോളിയത്തിന്റെ കൂടെ n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് നമ്മൾ സങ്കല്പിച്ചിട്ട് അസ്യൂം ചെയ്തിട്ട് ആ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AL ഇൻറ്റു n വരും. ഓക്കെ, ഇനി ടോട്ടൽ ചാർജ്, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് E ആണെങ്കിൽ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ കൂടെ E മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ കൂടെ E മൾട്ടിപ്ലൈ ചെയ്യുക. ടോട്ടൽ ചാർജ് ഓഫ് ദ കണ്ടക്ടർ ഇസ് ഈക്വൽ ടു NaLe. ഓക്കെ, ടോട്ടൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NaLe. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് അടുത്ത് എഴുതുന്നത്, ഫോഴ്സ് ഓൺ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to Q into V cross B ആണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് നമ്മളിപ്പോ പഠിച്ചാണ്. ഓക്കെ, അതിൽ ഈ ക്യൂവിന് പകരമാണ് നമ്മ ഇപ്പൊ കണ്ടുപിടിച്ചത് NaLe കണ്ടുപിടിച്ചത്. അപ്പൊ ഈ ക്യൂവിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? NaLe സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ F is equal to NaLe into V cross B. ഇനിയാണ് നാളത്തെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കുന്നത്. എന്താണ് ചെയ്യണത്? ഈ വിനെ പുറത്തേക്ക് എടുക്കുന്നു, എല്ലിനെ അകത്തേക്ക് എടുക്കും. ഓക്കെ, വിനെ ബ്രാക്കറ്റിന് പുറത്തേക്കും എല്ലിനെ ബ്രാക്കറ്റിന് അകത്തേക്ക് എടുക്കും. അപ്പോ NaVe ഇൻറ്റു L ക്രോസ് ബി എന്ന് കിട്ടും. കഴിഞ്ഞ ചാപ്റ്റർ ഇവ നിഖിൽ സാർ എടുത്ത കഴിഞ്ഞ ചാപ്റ്ററിൽ സാറ് ഓൾറെഡി NaVe എന്താണെന്ന് പറഞ്ഞു തന്നു അല്ലെ. I is equal to വീണ, വീണ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. I is equal to വീണ അല്ലെങ്കിൽ NeAVD. ഈ നാത്തെ ഏതെങ്കിലും ഒന്നായിരിക്കും നിഖിൽ സാർ പഠിപ്പിച്ചേക്കുന്നത്. ഒന്നല്ലെങ്കിൽ വീണ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ NeAVD എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ NeAVe ഇതിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലെ, I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കിട്ടി F is equal to I into L ക്രോസ് ബി. ഇനി ക്രോസ് കളയാൻ വേണ്ടി നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എഫിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു F is equal to BIL sin theta. ഫിനിഷ്ഡ്. ഓക്കെ, F is equal to BIL sin theta. നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാകണം കേട്ടോ. F is equal to BIL sin theta. 2 മാർക്കിന് ചോദിക്കാവുന്ന ഡെറിവേഷൻ ആണ്. ഓക്കെ, 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ഡെറിവേഷൻ ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ബയോട്ട് സവാർട്സ് ലോ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബയോട്ട് സവാർട്സ് ലോ. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ I എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഞാൻ ഒരു എലമെന്റ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഞാൻ ഒരു എലമെന്റ് കൺസിഡർ ചെയ്യുന്നു. ആ എലമെന്റിന്റെ ലെങ്ത് ആണ് DL. ഓക്കെ, ആ എലമെന്റിന്റെ ലെങ്ത് ആണ് DL. ഇനി അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ടാൻജന്റ് വരക്കുന്നു. ആ പോയിന്റിൽ ഞാൻ ഒരു ടാൻജന്റ് വരക്കുന്നു. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് R ഡിസ്റ്റൻസ് മാറി. ഓക്കെ, ആ പോയിന്റിൽ നിന്ന് R ഡിസ്റ്റൻസ് മാറി ഞാൻ ഒരു പോയിന്റ് എടുക്കുന്നു, അവനെ DB. ഓക്കെ, DB എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഈ ടാൻജന്റും അതുപോലെ തന്നെ ഈ ആറും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, ഈ ടാൻജന്റും ഈ ലെങ്ത് ആയ ആറും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, ഇനി എന്താണ് ബയോട്ട് സവാർട്സ് ലോ പറയുന്നത് നോക്കാം. എന്താണ് ബയോട്ട് സവാർട്സ് ലോ പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് the magnetic field at a point due to small element of current carrying conductor is directly proportional to. ഓക്കെ, ഈ DB എന്ന് പറയുന്ന ആൾ, ഓക്കെ, ഈ DB എന്ന് പറയുന്ന ആള് ആരൊക്കെയായിട്ടാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ആരൊക്കെയായിട്ടാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാണ് ബയോട്ട് സവാർട്സ് ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ DB എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനോട്, കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ, ലെങ്ത് ഓഫ് ദ എലമെന്റ്, സൈൻ ആംഗിൾ ബിറ്റ്വീൻ
ലെങ്ത് ഓഫ് എലമെന്റ് ആൻഡ് ദ ലൈൻ ജോയിനിങ് ദ എലമെന്റ് ടു ദാറ്റ് പോയിന്റ്. ഓക്കെ, ആരൊക്കെയാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലി? കറണ്ട്, ഫ്ലോ ചെയ്യുന്ന കറണ്ടിനോട്, ഡി എൽ എന്ന് പറയുന്ന എലമെന്റൽ ലെങ്തിനോട്, അതുപോലെ തന്നെ അവിടെ ഉണ്ടായ ആംഗിളിനോട്, വെറും ആംഗിളിനോടല്ല സൈൻ ആംഗിളിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്നാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ആരായിട്ട്? ഡിസ്റ്റൻസിനോട്. ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ജോയിനിങ് ദ എലമെന്റ് ടു ദാറ്റ് പോയിന്റ്. ആർ എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡി ബി പ്രൊപ്പോർഷണൽ ടു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതാൻ പറ്റും. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതാൻ പറ്റും. ഇനി നമ്മൾ പഠിച്ചൊരു വലിയൊരു കാര്യമുണ്ട്. എന്താണ്? പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്ന സിമ്പൽ അവിടെ കിടപ്പുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരണം. ആ കോൺസ്റ്റന്റ് ആണ് μ0/4π. എന്താണ്? μ0/4π. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറി? ബയോ-സവാർട്സ് ലോ പ്രകാരം ഡി ബി ഇസ് ഈക്വൽ ടു μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ്, ഷുവർ ഷോട്ട് ആണെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബയോ-സവാർട്സ് ലോ. നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാകണം, നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ചിട്ടുള്ള ഡെറിവേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ കറന്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ്. ഓക്കെ, ഒരു കറന്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാകണം. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ഒരു സർക്കുലർ ലൂപ്പ് എടുത്തു. എല്ലാ മക്കളും ശ്രദ്ധിച്ചിരിക്കുക. ഞാനൊരു സർക്കുലർ ലൂപ്പ് എടുത്തു. ആ സർക്കുലർ ലൂപ്പിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ട് തിരിച്ച് ഇതിൽ ഇങ്ങനെ വരും. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനും ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ ആണല്ലോ? ഇനി ഞാൻ സെന്ററിൽ നിന്ന് ആ സർക്കിളിലേക്ക്, ഓക്കെ, സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് ഒരു ലൈൻ വരച്ചു. അതാണ് റേഡിയസ് എന്ന് നമുക്കറിയാം. ഒരിക്കലും സ്മോൾ ലെറ്റർ ആർ അല്ല നമ്മൾ എടുക്കുന്ന റേഡിയസ്, പകരം എ ആണ്. ഓക്കെ, എ ആണ് നമ്മൾ എടുക്കുന്ന റേഡിയസ്. ഇനി ഈ സർക്കുലർ ലൂപ്പിൽ ഒരു ചെറിയ എലമെന്റൽ ലെങ്ത് ഞാൻ കൺസിഡർ ചെയ്തു. അവന്റെ പേരാണ് എൽ, അല്ലാതെ അവന്റെ ലെങ്ത് അല്ല, അവന്റെ പേരാണ് എൽ. ഇവന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഡി എൽ ആണ്. ഓക്കെ, അവന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡി എൽ ആണ്. ഇങ്ങനെ ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നത് കൊണ്ട്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ലെങ്ത് ഈ ഡയറക്ഷനിലാണെന്ന് നമ്മൾ പറഞ്ഞത് കൊണ്ട് ഡയറക്ഷനും നമ്മൾ നോട്ട് ചെയ്തു. ഡി എല്ലിന്റെ ഡയറക്ഷൻ കിട്ടി. ഓക്കെ, ഇനി സെന്ററിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് മാറി. കണ്ടോ, ആർ റേഡിയസ് അല്ലെന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതാണ്. സെന്ററിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് മാറി ഞാനൊരു പോയിന്റ് എടുക്കുന്നു. ഓക്കെ, സെന്ററിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് മാറി ഞാനൊരു പോയിന്റ് എടുത്തു, പി എന്ന് വിളിക്കുകയും ചെയ്തു. ഇനി പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ എടുത്ത എലമെന്റൽ ലെങ്ത്തിലേക്ക് ഒരു ലൈൻ വരക്കുക. ആ ഡിസ്റ്റൻസിനെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബയോ-സവാർട്സ് ലോ പ്രകാരം ഡി ബി ഇസ് ഈക്വൽ ടു μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ ആണ്. ഇവിടെ ആർ സ്ക്വയർ അല്ല, അല്ലെ? ഡിസ്റ്റൻസ് രണ്ടുപേരും ജോയിൻ ചെയ്യണ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ അല്ല, ആർ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ആരാണ്? എക്സ് ആണ് നമ്മളുടെ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഈ കിടക്കുന്ന ആർ സ്ക്വയറിന് പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വളരെ സിമ്പിൾ അല്ലേ? ഡി ബി ഇസ് ഈക്വൽ ടു μ0/4π ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇനി തീറ്റയുടെ വാല്യൂ ഇവിടെ എത്രയായിരിക്കും? തീറ്റയുടെ വാല്യൂ ഇവിടെ 90 ആണ്. ഡി ബി ഇസ് ഈക്വൽ ടു μ0/4π ഐഡിയൽ സൈൻ 90 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ ഈ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുക. ഈ ട്രയാങ്കിളിൽ കിടക്കുന്ന ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുക. എക്സ് സ്ക്വയർ, അതായത് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കിടക്കുന്ന ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ കിടക്കുന്ന എക്സ് സ്ക്വയറിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഡൗട്ട്, സാറേ ഇന്ത്യ സൈൻ 90 ഇന്ത്യ എന്നുള്ളത് നിങ്ങളുടെ ഡൗട്ടാണ്.
സൈൻ 90യുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അതുകൊണ്ടാണ് ഐഡിയൽ ഇൻറ്റു 1 എന്ന് ഞാൻ എഴുതാതെ ഡയറക്റ്റ് ഐഡിയൽ എന്ന് എഴുതിയത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡി ബി is equal to μ0/4π ഐഡിയൽ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, നേരത്തെ വരച്ച കാര്യങ്ങളൊക്കെ ഇനിയും ഞാൻ രണ്ടാമത് വരച്ചത് നിങ്ങൾ സമയം കളയേണ്ട ആവശ്യമില്ല. ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. ഇനി വേറെ ഒന്നുമില്ല മക്കളെ, ഈ പോയിന്റിലെ ഡി ബിയുടെ ഡയറക്ഷൻ കിട്ടണം. ഈ പോയിന്റിലെ ഡി ബിയുടെ ഡയറക്ഷൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇങ്ങനെയല്ലേ ഫ്ലോ ചെയ്യുന്നത്? ദേ ഡി ബിയുടെ ഡയറക്ഷനായി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് മുകളിൽ രണ്ടായിട്ട് സർക്കുലർ ലൂപ്പിനെ സെന്ററിൽ നിന്ന് മുകളിലേക്ക് ഒരു ഭാഗവും സെന്ററിൽ നിന്ന് താഴേക്ക് വേറൊരു ഭാഗമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത മുകളിൽ ഇത് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡി ബിയുടെ ഡയറക്ഷൻ കിട്ടി. എവിടത്തെ പി എന്ന് പറയുന്ന പോയിന്റിലെ ഡി ബിയുടെ ഡയറക്ഷൻ കിട്ടി. അടുത്തത് എന്താണ് നമ്മൾ ചെയ്യാൻ പോണേ? ആംഗിൾ കണ്ടുപിടിക്കും. ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇവിടുത്തെ ആംഗിൾ ഫൈ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി ഈ ഡി ബിയെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡി ബി എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്, ഡയറക്ഷൻ ഉള്ള ഒരു വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഡി ബിയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഡി ബിയെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. വെക്ടർ റെസൊല്യൂഷൻ ചാപ്റ്റർ നമ്പർ 4 in +1 മോഷൻ ഇൻ എ പ്ലെയിൻ. ഓക്കെ, അതിനെപ്പോലെ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്ത് ചെയ്യാം? ഈ ആംഗിൾ ഫൈ ആണെങ്കിൽ ഈ ആംഗിളും ഫൈ ആയിരിക്കും അല്ലെ? ഈ ആംഗിൾ ഫൈ ആണെങ്കിൽ ഈ ആംഗിളും ഫൈ ആയിരിക്കും. അപ്പോ ഫൈ എന്ന് പറയുന്ന ആംഗിൾ തൊട്ടടുത്ത് വരുന്ന കമ്പോണന്റ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയ ഡി ബി കോസ് ഫൈയും ഓപ്പോസിറ്റ് വരുന്ന കമ്പോണന്റ് ഡി ബി സൈൻ ഫൈയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഫിഗർ കംപ്ലീറ്റഡ് അല്ല. ഇനി എന്ത് ചെയ്യണം? ഈ വരച്ചിരിക്കുന്ന വഴ താഴേക്ക് നീട്ടി വരക്കുക. അതായത് റേഡിയസ് ഡയമീറ്റർ ആവുന്നു. നീട്ടി വരക്കുക. ഇവിടെ ഒരു എലമെന്റൽ ലെങ്ത് കൺസിഡർ ചെയ്യുക. ഇവിടെ ഒരു എലമെന്റൽ ലെങ്ത് കൺസിഡർ ചെയ്യുക. എല്ലിന് പകരം എം എന്ന് പേര് കൊടുത്തു. വീണ്ടും ലൈൻ കൂട്ടി ജോയിൻ ചെയ്തു. സെയിം സ്റ്റെപ്പുകൾ തന്നെ. വീണ്ടും ലൈൻ കൂട്ടി ജോയിൻ ചെയ്തു. അവിടുത്തെ ആംഗിൾ കണ്ടുപിടിച്ചു. ഓക്കെ, അവിടുത്തെ ആംഗിൾ കണ്ടുപിടിച്ചു. അതിനെയും ഫൈ എന്ന് എഴുതി. ഇനി സെക്കൻഡ് സർക്കിളിൽ ഓക്കെ സർക്കുലർ ലൂപ്പിന്റെ ബാക്കിയുള്ള ഹാഫ് പോർഷനിൽ നമ്മൾ ഡി ബിയുടെ ഡയറക്ഷൻ വരച്ചു. ഡി ബിയുടെ ഡയറക്ഷൻ വരച്ചതിന് ശേഷം നമുക്കിനി എന്ത് ചെയ്യാം? ഡി ബിയുടെ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡി ബി കോസ് ഫൈയും ഡി ബി സൈൻ ഫൈയും കണ്ടുപിടിക്കാം. ഡി ബി കോസ് ഫൈയും ഡി ബി സൈൻ ഫൈയും കണ്ടുപിടിച്ചു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡി ബി കോസ് ഫൈയും ഡി ബി സൈൻ ഫൈയും കണ്ടുപിടിച്ചു. ഇനി കണ്ട കാര്യങ്ങളെല്ലാം എഴുതാൻ പോവുകയാണ്. dB split into two components. dB cos phi is equal and opposite in direction, so they cancelled each other. ശരിയല്ലേ? ഒരു ഡി ബി കോസ് ഫൈ മുകളിലേക്ക് ഒരു ഡി ബി കോസ് ഫൈ താഴേക്ക് രണ്ടുപേര് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയ സ്ഥിതിക്ക് അവന്മാർ ക്യാൻസൽ ആകും. പിന്നെ ആര് മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ? ഡി ബി സൈൻ ഫൈ മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ. അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആ ഡി ബി സൈൻ ഫൈയെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഡി ബി സൈൻ ഫൈയെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡി ബിയുടെ വാല്യൂ എനിക്കറിയാം. μ0/4π ഐഡിയൽ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. സൈൻ ഫൈ ഫിഗറിൽ നിന്ന് കണ്ടുപിടിക്കണം. a/x ആണ്. ഓക്കെ, സൈൻ ഫൈ ഫിഗറിൽ നിന്ന് കണ്ടുപിടിക്കണം. a/x ആണ് സൈൻ ഫൈ. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. എങ്കിൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയിരിക്കും. ഇനി റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റൈസ് ടു 1/2. കിട്ടിയ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്. ബി ഈസ് ഈക്വൽ ടു μ0/4π ഐഡിയൽ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു a divided by r square plus a square all raised to 1/2. നേരത്തെ കണ്ട പോലെ തന്നെ x raised to m plus x raised to n, x raised to m plus n. ഇത് എവിടെയാണ് വന്ന? ഡിനോമിനേറ്ററിലാണ് വന്നത്. ഡിനോമിനേറ്ററിൽ നമ്മൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക. r square plus a square plus r square plus a square all raised to 1/2. 1ഉം 1/2 കൂടി ചേർന്ന് കഴിഞ്ഞാൽ 3/2. ഓക്കെ, അപ്പോ ബി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ μ0/4π ഐഡിയൽ എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റൈസ് ടു 3/2. ഇനി ഇന്റഗ്രലിനെ പുറത്തേക്ക് എടുക്കാൻ പോയാണ്. ആരാണ് നമ്മൾ ഇന്റഗ്രലിനെ പുറത്തെടുക്കാറ്?
കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ. ഓക്കെ, കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇന്റഗ്രലിന് പുറത്തെടുക്കുന്നത്. അപ്പൊ ഇന്റഗ്രലിന് പുറത്തെടുത്തു. μ0/4π കോൺസ്റ്റന്റ് ആണ്. ഐ കോൺസ്റ്റന്റ് ആണ്. ഏരിയ കോൺസ്റ്റന്റ് ആണ്. r² + a² (all raised to 3/2) കോൺസ്റ്റന്റ് ആണ്. അവന്മാരെല്ലാവരെയും പുറത്തെടുത്തു. ഇന്റഗ്രലിന്റെ ഉള്ളിൽ ആര് മാത്രം? dl മാത്രം. ഇനി ആ dl എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർക്കണം. എലമെന്റൽ ലെങ്ത് ആയിരുന്നു dl. ആ dl-നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോണത് എന്തായിരിക്കും? ആ സർക്കുലർ ലൂപ്പിന്റെ ടോട്ടൽ ഏരിയ 2πr ആണ് ടോട്ടൽ ഏരിയ. ഇവിടെ നമ്മൾ റേഡിയസ് എടുത്തത് r-ന് പകരം a ആയതുകൊണ്ട് 2πa എന്ന് എഴുതാൻ പാടുള്ളൂ. r എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെട്ടാനുള്ള പ്രവണത കൂടുതലായിരിക്കും, തെറ്റിപ്പോകും. ഓക്കെ, ഇത്രയും കാര്യം കഴിഞ്ഞില്ലേ? ഇനി ഡയറക്റ്റ് സിമ്പിൾ ആയിട്ട് കഴിയും. μ0/4π Ia divided by r² + a² (all raised to 3/2) into 2πa. കട്ട് ചെയ്യാനുള്ളവരെല്ലാം കട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു 2π ഉണ്ട്, ഇവിടെ ഒരു 4π ഉണ്ട്. കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്യാനുള്ളവരെ കട്ട് ചെയ്യുക. ഇവിടെ ഒരു a ഉണ്ട്, രണ്ട് എയും എയും വന്നു കഴിഞ്ഞാൽ a². ആൻസർ കിട്ടി. b = μ0/2 Ia² divided by r² + a² (all raised to 3/2). നിർബന്ധമായിട്ടും പഠിക്കണം. സർക്കുലർ ലൂപ്പിന്റെ ഈ ഒരു ഡെറിവേഷൻ നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചിട്ടുണ്ടാകണം. ഇതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ ക്ലാസ്സുകളിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന പോലെ ക്വസ്റ്റ്യനും പറയുന്നുണ്ട്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിസ് ഓഫ് സർക്കുലർ കറന്റ് ക്യാരിയിങ് ലൂപ്പ്. ഇതിനകത്തിന് വേറൊരു രീതിയിൽ കൂടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സെന്ററിലാണ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ ഡയറക്റ്റ് ആദ്യം ഇക്വേഷൻ എഴുതുക. ഓക്കെ, r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അപ്പോൾ അവിടെ ഉണ്ടാകൂല. സെന്ററിലാകുമ്പോൾ r-ന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ r-നെ അങ്ങോട്ട് ഒഴിവാക്കുക. ഇക്വേഷൻ b = μ0/2 Ia² divided by a² (all raised to 3/2). ഈ 2ഉം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും? μ0/2 Ia² divided by a³. a²-ൽ a³ വെട്ടി കഴിഞ്ഞാൽ ബാക്കി ഒരു a ഉണ്ടാവും. ഫൈനൽ ആൻസർ ആയി. b = μ0/2 I divided by a. b = μ0/2 I divided by a. എല്ലാവരും പഠിച്ചിട്ടുണ്ടാകണം കേട്ടോ. രണ്ട് കാര്യങ്ങളായി പറയണം. സെന്ററിലെയും പറഞ്ഞു, ഇനി r ഡിസ്റ്റൻസ് മാറിയായിട്ടുള്ള കാര്യവും പറഞ്ഞു. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിക്കുകയാണ്. നമ്മളുടെ കയ്യിൽ ഒരു സർക്കുലർ ലൂപ്പാണെന്ന് വെച്ചാൽ ഒന്നിലധികം സർക്കുലർ ലൂപ്പുകൾ ചേർന്ന സർക്കുലർ കോയിലായിരുന്നെങ്കിലോ എന്ത് ചെയ്ത് വെച്ചാൽ മതി? ആദ്യം പഠിച്ച ഇക്വേഷന്റെ കൂടെ ഒരു n എഴുതി വെച്ചാൽ മതി. ഒരു ക്യാപിറ്റൽ N സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, സെന്ററിലാണെങ്കിലും വ്യത്യാസമില്ല. ഒരു n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നേരത്തെ പഠിച്ച രണ്ട് ഇക്വേഷന്റെ കൂടെ ക്യാപിറ്റൽ N എന്ന് പറയുന്ന ലെറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സർക്കുലർ കോയിലിന്റെ ഇക്വേഷൻ ആയി. അതിനുവേണ്ടി വേറെ പഠിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആംബിയർ സർക്യൂഷൻ ലോ. ഓക്കെ, ലോ നിങ്ങളുടേതായ രീതിയിൽ ഒന്നും എഴുതരുത്. എന്താണോ ലോയിൽ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ തന്നെ എഴുതണം. ഓക്കെ, ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് over a closed path is equal to μ0 times the total current enclosed by the path. നിർബന്ധമായിട്ടും പഠിച്ചെന്നാണോട്ടാ. ലോയിൽ എളുപ്പ വഴികളില്ല, അത് അതുപോലെ തന്നെ പഠിക്കുക. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഇസ് ഈക്വൽ ടു μ0 times the total current enclosed by the path. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് എഴുതുകയാണ്. ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന് തുല്യമാണ്. ക്ലോസ്ഡ് ഇന്റഗ്രൽ b.dl is equal to μ0 into y. നിർബന്ധമായും പഠിച്ചേക്കണേ. ഒരു 2 മാർക്കോ 1 മാർക്കോ ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണം. ആംബിയർ സർക്യൂഷൻ ലോ പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഡെറിവേഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ സ്ട്രെയിറ്റ് ഇൻഫൈനൈറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ വേറൊന്നുമില്ല. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എടുക്കുക.
അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, കറണ്ട്. അപ്പൊ എന്ത് പറ്റും? കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്താൽ അതിന് ചുറ്റും എന്തുണ്ടായിക്കൊണ്ടിരിക്കും? മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാകും. ഇനി കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ സെന്ററിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് മാറി നമ്മൾ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ആരുടെ ഡയറക്ഷൻ ആണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഇനി ഈ എലമെന്റിന്റെ, ഈ പി എന്ന് പറയുന്ന പോയിന്റിന്റെ എലമെന്റിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എളുപ്പമാണ്. എന്താണ്? ആ സെയിം ഡയറക്ഷൻ തന്നെ ആയിരിക്കും എലമെന്റും വരാൻ പോകുന്നത്. ഓക്കെ, വ്യത്യാസമില്ല. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ എലമെന്റിന്റെ ലെങ്ത്തിന്റെ ഡയറക്ഷനും സെയിം ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അറ്റ് എ പോയിന്റ് പി. പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ പോകുന്നു. ഇമാജിൻ ആൻ ആംബിയർ, നമുക്ക് കണ്ട കാര്യങ്ങൾ എഴുതണം. ഇമാജിൻ ആൻ ആംബീരിയൻ ലൂപ്പ് ഓഫ് റേഡിയസ് ആർ പാസിംഗ് ത്രൂ ദ പോയിന്റ് പി. അല്ലെ, ഈ ചുറ്റുമുണ്ടായ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സർക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപീരിയൻ ലൂപ്പ്. ഓക്കെ, ആംപീരിയൻ ലൂപ്പ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കണം. ബോത്ത് ബി ആൻഡ് ഡി എൽ ആർ എലോങ് സെയിം ഡയറക്ഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഈ മൂന്ന് കാര്യങ്ങൾ. ബിയും ഡി എല്ലും സെയിം ഡയറക്ഷനിലാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ എന്ത് വേണം? ഫിഗർ നല്ല നീറ്റായിട്ട് പഠിച്ചിട്ടുണ്ടാണ്. ഓക്കെ, രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. തീറ്റയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ആണ്. ഡോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോ ബി ഡി എൽ കോസ് തീറ്റ എന്നാകും. ബി ഡി എൽ കോസ് തീറ്റ. തീറ്റയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. കോസ് 0ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറി? ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡി എൽ എന്നായി. മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് മാറൂല. അപ്പൊ എന്ത് ചെയ്യും? അവനെ ഇന്റഗ്രലിന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഉള്ളിൽ ആര് മാത്രം? ഡി എൽ മാത്രം. ഡി എൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആംബീരിയൻ സർക്കുലർ ലൂപ്പിലെ ഒരു എലമെന്റ് ആയിരുന്നു. അത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആംബീരിയൻ ലൂപ്പിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ആംബീരിയൻ ലൂപ്പിന്റെ ഏരിയ കിട്ടും. ഓക്കെ, അപ്പോ ലൂപ്പിന്റെ ഏരിയ അല്ലെങ്കിൽ സർക്കുലർ ലൂപ്പിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? 2πr ആണ്. ആൻസർ ആയി ബി ഇൻറ്റു 2πr. അവിടെ നിന്നോട്ടെ. ഓക്കെ, ഇനി ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ μ0 ഇൻറ്റു ഐ ആണ്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ ഓൾറെഡി ആംബിയസ് സർക്യൂഷൻ ലോ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ബി ഡോട്ട് ഡി എല്ലിന് വരെ നിങ്ങൾ ഇനി എന്ത് ചെയ്തു? ബി ഇൻറ്റു 2πr എന്ന് എഴുതും. ബി ഇൻറ്റു 2πr ആണ് μ0 ഇൻറ്റു ഐ എങ്കിൽ ബി ഇസ് ഈക്വൽ എന്ത് വരും? μ0 ഐ ഡിവൈഡഡ് ബൈ 2πr എന്ന് വരും. ഫിനിഷ്ഡ്. വളരെ സിമ്പിൾ അല്ലേ? ബി ഇസ് ഈക്വൽ ടു μ0 ഐ ഡിവൈഡഡ് ബൈ 2πr. ഇനി ഇതിൽ നിന്ന് വരുന്ന ഷുവർ ഷോർട്ട് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ സോളിനോയിഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ സോളിനോയിഡ്. അപ്പൊ സാർ ആദ്യമേ ഒരു സോളിനോയിഡ് എടുത്തു. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ലെങ്ത് എൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എന്തെടുക്കണം? ഒരു ലൂപ്പ് എടുക്കണം. ഓക്കെ, ഈ തെളിഞ്ഞു വന്നതാണ് ഇവിടുത്തെ ലൂപ്പ്. എ ബി സി ഡി എ, അതാണ് ഇവിടെയുള്ള ലൂപ്പ്. ഓക്കെ, ഇനി ഈ ലൂപ്പിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോർ ക്ലോസ്ഡ് ലൂപ്പ് എ ബി സി ഡി എ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡോട്ട് ഡി എൽ ആണ്. ഓക്കെ, ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഓരോ പൊസിഷനെയും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് എല്ലാവരെയും ആഡ് ചെയ്യണം. അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴിയുടെ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ ബി ഡോട്ട് ഡി എല്ലിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണം. എ ടു ബിയും ബി ടു സിയും സി ടു ഡിയും അതുപോലെ തന്നെ ഡി ടു എയുമായിട്ട് 4 കമ്പോണൻസ് ആയിട്ട് നമ്മൾ അവനെ സ്പ്ലിറ്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യം ബി ഡോട്ട് ഡി എൽ അല്ലേ, ഡോട്ടിനെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? കോസ് തീറ്റനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എല്ലായിടത്തും കോസ് തീറ്റനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇന്റഗ്രൽ എ ടു ബി ബി ഡി എൽ കോസ് തീറ്റ, ഇന്റഗ്രൽ ബി ടു സി ബി ഡി എൽ കോസ് തീറ്റ, ഇന്റഗ്രൽ സി ടു ഡി ബി ഡി എൽ കോസ് തീറ്റ, ഇന്റഗ്രൽ ഡി ടു എ ബി ഡി എൽ കോസ് തീറ്റ. കണ്ടോ, വ്യത്യാസങ്ങളില്ല. സ്റ്റെപ്പുകളാണ് ഓർത്തിരിക്കേണ്ടത് കേട്ടോ, സ്റ്റെപ്പുകളാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി എന്ത് വേണം? ഈ തീറ്റയ്ക്ക് വാല്യൂ വേണം. തീറ്റയ്ക്ക് വാല്യൂ വേണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ വീണ്ടും ആ സോളിനോയിഡിലേക്ക് നോക്കുക.
എന്നിട്ട് അവിടെ ബിയുടെ ഡയറക്ഷനും ഡി എല്ലിന്റെ ഡയറക്ഷനും കണ്ടുപിടിക്കുക. അപ്പൊ എ ടു ബി, ഓക്കെ, എ ടു ബി എന്ന് പറയുമ്പോൾ ലെങ്ത്തിന്റെ ഡയറക്ഷൻ കിട്ടി. ഇതാണ് യെല്ലോ കളറിൽ വന്ന, ഇതാണ് ലെങ്ത്തിന്റെ ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഡി എല്ലിന്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും എ ടു ബിയിൽ സെയിം ആണ്. ഓക്കെ, ഇനി ബി ടു സിയിലാണ് ഞാൻ അടുത്ത് പറയാൻ പോണം. ബി ടു സി എന്ന് പറയുമ്പോൾ തന്നെ ഡി എല്ലിന്റെ ഡയറക്ഷൻ കിട്ടി, മുകളിലോട്ടാണ്. ഇനി ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും കട്ട് ചെയ്യണത്? പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്നുണ്ടാകും. പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യുന്നുണ്ടാകും. സി ടു ഡി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ്? സോളിനോയിഡായിട്ട് ഒരു കണക്ഷൻ ഇല്ല. സി ടു ഡി പുറത്ത് നിൽക്കല്ലേ, പുറത്ത് നിൽക്കണ പോയിന്റാണ് സി ടു ഡി. അവിടെ എന്തിന്റെ ഡി എല്ലിന്റെ ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാലും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇല്ല, കാരണം അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. പിന്നെ ഇനി ആരെ കൺസിഡർ ചെയ്യണം? ഡി ടു എ കൺസിഡർ ചെയ്യണം. ഈ ബി ടു സിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡി ടു എ. ബി ടു സിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡി ടു എ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ എ ടു ബിയിൽ രണ്ടുപേർക്കും ഒരു ഡയറക്ഷൻ, ബി ടു സിയിൽ 90, സി ടു ഡിയിൽ ഇല്ല, ഡി ടു എയിൽ 90 തന്നെ. ഓക്കെ, അപ്പൊ ഇനി നേരത്തെ കണ്ട ഇക്വേഷനിൽ എന്ത് ചെയ്യണം? ആ തീറ്റയ്ക്ക് പകരം ഈ പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യത്തേൽ രണ്ടുപേരും പാരലൽ ആണ്, ആംഗിൾ 0. രണ്ടാമത്തേൽ പെർപെൻഡിക്കുലർ ആണ്, ആംഗിൾ 90. മൂന്നാമത്തേൽ മാഗ്നറ്റിക് ഫീൽഡേ ഇല്ല, അപ്പൊ ബിയുടെ വാല്യൂ 0. നാലാമത്തേൽ വീണ്ടും പെർപെൻഡിക്കുലർ, തീറ്റയുടെ വാല്യൂ 90. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യാം? കോസ് 90യുടെ വാല്യൂ 0 ആയതുകൊണ്ട് ആദ്യം വെട്ടാം. 0 ഇൻറ്റു ഒരു ടേം വന്നു കഴിഞ്ഞാൽ ആ ടേം മൊത്തം 0. രണ്ടാമത്തവനെയും വെട്ടാം. പിന്നെയും കോസ് 90, അവനെയും വെട്ടാം. അപ്പൊ 3 പേര് അങ്ങോട്ട് വെട്ടി. ഓക്കെ, ബാക്കി ആര് മാത്രമുണ്ട്? ഇന്റഗ്രൽ എ ടു ബി ബി ഡി എൽ കോസ് തീറ്റ മാത്രം. ആ കോസ് തീറ്റയിൽ തീറ്റയുടെ വാല്യൂ 0. കോസ് 0ന്റെ വാല്യൂ 1 ആണെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി ബി ഡി എൽ എന്ന് എഴുതാം, കാരണം കോസ് 0ന്റെ വാല്യൂ 1 ആണ്. ഇനി എന്ത് ചെയ്യും? ബിനെ പുറത്തേക്ക് നിർത്തും. ഇന്റഗ്രലിന്റെ ഉള്ളിൽ എ ടു ബി ഡി എൽ മാത്രം. എ ടു ബി ഡി എല്ലിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണ എന്തായിരിക്കും? എ ടു ബിയിലുള്ള ലെങ്ത് ആയ എൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പറയുന്നു ബി ഇൻറ്റു എൽ ആയിരിക്കും നമ്മൾക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യണം? ആംബിയർ സർക്യൂഷൻ തിയറം അല്ലെങ്കിൽ ആംബിയർ സർക്യൂഷൻ ലോ, ACT എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെക്കരുത് കേട്ടാ, ഞാൻ ചെറുതാക്കി എഴുതുന്നതാണ്. അക്കോർഡിംഗ് ടു ആംബിയർ സർക്യൂഷൻ തിയറം, ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ μ0 ഇൻറ്റു ഐ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ n ടേൺസ് വന്നിട്ടുണ്ട്. n ടേൺസ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ കൂടെ ഒരു n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷനിൽ ഒരു n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 ഇൻറ്റു എൻ ഐ എന്ന് വരും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ബി ഇൻറ്റു ഐ ഇസ് ഈക്വൽ ടു μ0 ഇൻറ്റു എൻ ഐ ആണ്. ഓക്കെ, ബി ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു μ0 എൻ ഐ ആണ്. അതിൽ നിന്ന് ബി കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? എല്ലിനെ താഴെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ആണ്. ഓക്കെ, എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എൻ ബൈ എൽ, അതാണ് ഞാൻ യെല്ലോ കളറിൽ കാണിച്ചത്, ഈ എൻ ബൈ എല്ലിന് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? എനിക്ക് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ എഴുതുക, ബി ഇസ് ഈക്വൽ ടു μ0 എൻ ഐ. ബി ഇൻറ്റു എൽ അല്ല, ബി ഇസ് ഈക്വൽ ടു കേട്ടാ, ബി ഇസ് ഈക്വൽ ടു μ0 എൻ ഐ. അങ്ങനെ തന്നെ പഠിക്കണം. ബി ഇൻറ്റു എൽ ഇല്ല, ബി ഇസ് ഈക്വൽ ടു μ0 എൻ ഐ. എല്ലാവരും പഠിച്ചിട്ടുണ്ടാകണം. ഓക്കെ, എല്ലാവരും പഠിച്ചിട്ടുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പോൾ അതെ, കണ്ടക്ടർ എടുക്കുന്നു, ആ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I1 ആണ്. ഇവിടെ ഇൻ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നെഞ്ചത്തേക്കായിരിക്കും അല്ലെ, ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ നെഞ്ചത്തേക്കായിരിക്കും ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. ഇൻ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ, അവിടെ നിന്ന് ഒരു ഡിസ്റ്റൻസ് മാറി, ഡി എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് മാറി തൊട്ടടുത്ത് വേറൊരു കണ്ടക്ടർ വെക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞപ്പോ ഈ രണ്ടാമത്തെ കണ്ടക്ടറിന് ആദ്യത്തെ കണ്ടക്ടറിലേക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L2 ആണ്. ഓക്കെ ആണല്ലോ, ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L2 ആണ്. ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I2. നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്,
ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 I ഡിവൈഡഡ് ബൈ 2πr ആണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് d ഡ്യൂ ടു ഫസ്റ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഈ ആറ് മാറ്റി എന്ത് എഴുതി വെച്ചാൽ മതി, ഡി എഴുതി വെച്ചാൽ മതി. ഓക്കെ, മ്യൂ 0 I1 ആദ്യത്തെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആയതുകൊണ്ട് I1 ഡിവൈഡഡ് ബൈ 2πr പകരം 2πd. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നു ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സെക്കൻഡ് കണ്ടക്ടർ ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഫസ്റ്റ് കണ്ടക്ടർ. ഓക്കെ, ഫസ്റ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് മൂലം സെക്കൻഡ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടാകുന്ന ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ഐ. നേരത്തെ എഫ് ഇസ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ പഠിച്ചില്ലേ, അത് തന്നെ. എഫ് ഇസ് ഈക്വൽ ടു I2 ഇൻറ്റു L2 ക്രോസ് B1. ഓക്കെ, അതിലെങ്ങനെ എഴുതാം, I2 L2 B1 90 ഡിഗ്രിയാണ്. ഓക്കെ, B1 സൈൻ 90, ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, സൈൻ 90, സൈൻ 90യുടെ വാല്യൂ 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ I2 L2 B1 എന്ന് വരും. I2 L2 B1 എന്ന് വരും. B1 ഓൾറെഡി നിങ്ങൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ഇവിടെ എടുത്ത് എഴുതി വെച്ചാൽ മതി. I2 L2 മ്യൂ 0 I1 ഡിവൈഡഡ് ബൈ 2πd. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഇവന്മാരൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോ ഇക്വേഷൻ ആയി എഫ് ഇസ് ഈക്വൽ ടു മ്യൂ 0 I1 I2 L2 ഡിവൈഡഡ് ബൈ 2πd. ഫിനിഷ്ഡ്, ഫിനിഷ്ഡ്. ഇത് ലീസ്റ്റ് ചാൻസ് ആണ് വരാനുള്ള സാധ്യത, എങ്കിലും പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണ് ചോദിക്കുകയാണ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിലോ എന്ത് ചെയ്യണം, ടോട്ടൽ ഫോഴ്സിനെ ടോട്ടൽ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ F2 കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ F2നെ L2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മതി. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആൻസർ ആണ് നോക്കുക. ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്കിയാണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, F2 നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനെ L2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ടോപ്പിക്, ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്, ടോർക്ക് ആക്ടിങ് ഓൺ എ റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, റെക്ടാങ്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ആണ്. കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാലുള്ള സംഭവങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഈ പറയുന്ന DC മോട്ടറൊക്കെ വർക്ക് ചെയ്യണ ആർമേച്ചറൊക്കെ അതിന്റെ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ അതെ ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരച്ചിട്ടുണ്ട്, ഒരു സർക്കുലാർ ലൂപ്പ് വരക്കുന്നുണ്ട്, അവനെ ഞാൻ ABCD എന്ന് പേര് കൊടുക്കുന്നുണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ A to B, B to C, C to D. യെല്ലോ കളറിലേക്ക് കാണിച്ചിരിക്കുന്നത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ആണ്. C to D, അതുപോലെ തന്നെ D to A കറണ്ട് ഫ്ലോ ചെയ്ത ഡയറക്ഷൻ. ഇങ്ങനെ 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 തിരിച്ചുവിടെ വന്നു, അതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഇനി ഈ കാണുന്നത് ഈ പറയുന്ന സർക്കുലാർ ലൂപ്പിന്റെ ലെങ്ത്തും ഈ കാണിക്കുന്ന സ്മോൾ ലെറ്റർ B എന്ന് പറയുന്നത് ബ്രെഡ്ത്തുമാണ്. ഇനി എന്ത് ചെയ്യണം, ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ C എന്ന് പറയുന്ന പോയിന്റിലെ ഓക്കെ ഫോഴ്സ് നമുക്ക് കിട്ടും. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇത് കിട്ടണമെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, C എന്ന് പറയുന്ന പോയിന്റിലെ ഫോഴ്സ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ B എന്ന് പറയുന്ന പോയിന്റിലെയും ഫോഴ്സ് കിട്ടും. ഇങ്ങനെ വെച്ച് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ C എന്ന് പറയുന്ന പോയിന്റിലെയും B എന്ന് പറയുന്ന പോയിന്റിലെയും ഫോഴ്സ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതാണ് ഇപ്പൊ സർക്കുലാർ ലൂപ്പെങ്കിൽ ഇവൻ ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇവൻ ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. അതാണ് ഇതിൽ ഫോഴ്സ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം A to D യിലെയും C to B യിലെയും കണ്ടുപിടിക്കണം. അവന്മാർ രണ്ടുപേരും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, B to C, D to A രണ്ടുപേരും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതാൻ പോയി. വളരെ സിമ്പിളാണ്. ഫോഴ്സ് ഓൺ സൈഡ് BC and AD are equal and opposite in direction, so that they are cancelled each other because they are collinear. Motion in a plane +1 ചാപ്റ്റർ പഠിച്ചേക്കണം. കൊളീനിയർ വെക്റ്റർ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വെക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊളീനിയർ വെക്റ്റർ. ഓക്കെ, അപ്പോൾ BC എന്ന് പറയുന്ന ഭാഗവും AD എന്ന് പറയുന്ന ഭാഗവും നമ്മളിൽ നിന്ന് പോയി. ഇനി ആരൊക്കെ നമ്മളിൽ ഉള്ളൂ, AB യും CD യും മാത്രമേ ഉള്ളൂ. The force on AB and CD are equal and opposite, but they are not collinear, so they produce a torque. Okay ആണല്ലോ.
എ ബി എന്ന് പറയുന്ന ഭാഗവും സി ബി എന്ന് പറയുന്ന ഭാഗം ഈക്വൽ ആണ്. പക്ഷെ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് നേരത്തെ നമുക്ക് റൊട്ടേഷൻ കിട്ടിയത്. ഓക്കെ, റൊട്ടേറ്റിംഗ് ഫോഴ്സ് ആയിരുന്നില്ല ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനെ റൊട്ടേഷൻ കിട്ടിയത്. അപ്പോൾ അവന്മാര് പറയാണ് അവന്മാര് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം അവന്മാര് ഈക്വൽ ആണ്, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയി പോയി. ഓക്കെ, അപ്പൊ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നേരത്തെ നമ്മൾ റെക്ടാങ്കുലർ ലൂപ്പിൽ കണ്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെ രണ്ടാമത് വരക്കണം. ഓക്കെ, രണ്ടാമത് വരക്കണം. എഫ് എ ബി എന്ന് പറയുന്ന ഫോഴ്സ് നിങ്ങളുടെ സൈഡിലേക്കാണ് വന്നിച്ചത്. അതുപോലെ തന്നെ എഫ് സി ഡി എന്ന് പറയുന്ന ഫോഴ്സ് എൻ്റെ മേത്തേക്കാണ് വന്നിരുന്നത്. അവന്മാർ രണ്ടുപേരെയും ജോയിൻ ചെയ്ത് ഞാനൊരു ബ്രെഡ്ത്ത് അല്ലെ ബ്രെഡ്ത്തും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. ഓക്കെ ആണല്ലോ. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ, ഓക്കെ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡായ ഈ വശം എന്ന് പറയുന്നത് ബി സൈൻ തീറ്റ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് സൈൻ അല്ലേ, ബി സൈൻ തീറ്റ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി ടോർക്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ബി ഐ എൽ ഇൻറ്റു ബി സൈൻ തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഓർക്കണം എന്താണ്, ക്രോസ് പ്രൊഡക്റ്റ് ഓർക്കണം. ഓക്കെ, ഐ ഇൻറ്റു എൽ ഇൻറ്റു ബി സൈൻ തീറ്റ. വേറൊന്നും ചെയ്തില്ല, ഐനെ അവിടെ നിർത്തി. ഓക്കെ, ബ്രാക്കറ്റിനുള്ളിലാക്കി എൽ ഇൻറ്റു ബി. ഓക്കെ, അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി എൽ ഇൻറ്റു ബി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏരിയ. അപ്പൊ ടോയ്സ് ഈക്വൽ ടു ഐ എ ബി സൈൻ തീറ്റ. ഫിനിഷ്ഡ്. ഓക്കെ, ഇത് ഒരു റെക്ടാങ്കുലർ ലൂപ്പ് ആകുമ്പോൾ. ഓക്കെ, ഒന്നിലധികം റെക്ടാങ്കുലർ ലൂപ്പ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഐ എ ബിയുടെ കൂടെ എന്തും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഒരു ക്യാപിറ്റൽ എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഈ ഐ എക്ക് പകരം എന്താണ് സാറേ എം എഴുതിയേക്കണത്, മൊമെന്റ് അല്ലേ. കറണ്ട് ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റം അല്ലേ. ഓക്കെ, എം ബി സൈൻ തീറ്റ എന്നും എഴുതാൻ പറ്റും. ഓക്കെ, ഇനി എൻ നമ്പർ ഓഫ് ടേൺസ് ആണെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഐ എ ബി എൻ സൈൻ തീറ്റ, അബിൻ സൈൻ തീറ്റ എന്നൊന്നും പറഞ്ഞു പഠിച്ചു നോക്കരുത്. ഐ എ ബി ഇൻറ്റു എൻ സൈൻ തീറ്റ എന്ന് തന്നെ പഠിക്കുക. ഫിനിഷ്ഡ്. സർക്കുലർ ലൂപ്പിന്റെ കാര്യങ്ങളും ഫിനിഷ്ഡ്. ഇനി രണ്ട് ടോപ്പിക് കൂടി കഴിഞ്ഞാൽ നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞു. വേറെ ഒന്നുമില്ല, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ. ഓക്കെ, അപ്പോൾ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ടിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഗാൽവനോമീറ്റർ. അമ്മീറ്റർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കൂടിയ, ഓക്കെ, കറണ്ടിന്റെ അളവ് കുറച്ചും കൂടി കൂടിയ അളവിൽ നമ്മൾക്ക് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ഫോർ മെഷറിംഗ് ലാർജ് കറണ്ട് the galvanometer can be converted into ammeter and voltmeter. Okay, large amount of current നമുക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഗാൽവനോമീറ്റർ, ചെറിയ അളവിലുള്ള ഗാൽവനോമീറ്ററിനെ നമ്മൾ അമ്മീറ്ററും വോൾട്ട്മീറ്ററുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഗാൽവനോമീറ്റർ അമ്മീറ്റർ ആക്കാൻ എന്ത് ചെയ്യണമെന്ന് പറയാൻ പോണം. ഒരു ഗാൽവനോമീറ്റർ അമ്മീറ്റർ ആക്കാൻ വേണ്ടി എ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അമ്മീറ്റർ ബൈ എ ലോ റെസിസ്റ്റൻസ് കണക്റ്റഡ് പാരലൽ ടു ഇറ്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷണ്ട് റെസിസ്റ്റർ എന്ന് പറയുന്ന, ലോ റെസിസ്റ്റർ ഉള്ളതിനെ പറയുന്ന പേരാണ് ഷണ്ട് റെസിസ്റ്റർ. ഒരു ഷണ്ട് റെസിസ്റ്റർ ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് ഘടിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ ഇക്വേഷനും കണ്ടുപിടിക്കണം, കാരണം ഷണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നിങ്ങളോട് ചോദിക്കും. അപ്പോ സിൻസ് ജി ആൻഡ് എസ് ആർ പാരലൽ, ഗാൽവനോമീറ്ററും ഷണ്ടും പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ജി എന്ന് പറയുന്നതും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എസ് എന്ന് പറയുന്നതും തുല്യമായിരിക്കും. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, അതായത് കറണ്ട് ഇൻറ്റു ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ്. ഇതിൽ നിന്ന് എസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ ഐ മൈനസ് ഐ ജി താഴെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വെരി സിമ്പിൾ. എസ് ഇസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. പ്രോബ്ലം പ്രതീക്ഷിക്കാം ഇതിൽ നിന്ന്. ഓക്കെ, പ്രോബ്ലം പ്രതീക്ഷിക്കാം. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആക്കാൻ. നേരത്തെ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തെങ്കിൽ ഈ പ്രാവശ്യം എന്താണ് ചെയ്തേക്കണം, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ടു കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻടു വോൾട്ട്മീറ്റർ എ ഹൈ റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് സീരീസ് വിത്ത് ഇറ്റ്. അല്ലേ, ഒരു ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ജി ഇൻറ്റു ആർ പ്ലസ് ഐ ജി ഇൻറ്റു ജി. ഓക്കെ, ഇതിൽ നിന്ന് ആർ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
ആദ്യം എന്ത് ചെയ്യണം? ഈ ഐ ജി ജി അപ്പുറം കൊണ്ടുപോകണം. അപ്പോൾ വി മൈനസ് ഐ ജി ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ആർ. ഇനി ആർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ വെച്ചാൽ മതി? ഐ ജിയെ താഴെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മതി. ആർ ഇസ് ഈക്വൽ ടു വി മൈനസ് ഐ ജി ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഐ ജി. ലാസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ. Current sensitivity. The current sensitivity of a galvanometer is the deflection produced by unit current. കാണാപ്പാടം പഠിക്കേണ്ട കാര്യം കേട്ടാ. The current sensitivity of a galvanometer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the deflection produced by unit current. Current അല്ല, ടൈം അല്ല, current. 5/L. 5/L is equal to NAB divided by K. 5/L is equal to NAB divided by K. ഇതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. The voltage sensitivity of a galvanometer is the deflection produced by unit voltage. കറണ്ട് വന്നു കഴിഞ്ഞാൽ കറണ്ട് സെൻസിറ്റിവിറ്റി, വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ഇത്ര ഉള്ളു കാര്യം. 5/I ആയിരുന്നു നേരത്തെങ്കിൽ ഇപ്പോൾ 5/V is equal to NAB divided by KV. അപ്പൊ മക്കളെ നമ്മൾ എല്ലാ ചാപ്റ്ററും ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. 4 ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്സും ഒന്നും വിടാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ടോപ്പിക്സും നിവിൻ സാറും അതുൽ സാറും നിഖിൽ സാറും കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് കയ്യിലേക്ക് വെച്ച് തന്നിട്ടുണ്ട്. അപ്പൊ മക്കൾ ചെയ്യേണ്ട കാര്യം ഒന്നുകൂടി ടെക്സ്റ്റ് ബുക്കും നമ്മളുടെ മെറ്റീരിയലും അതുപോലെ തന്നെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളും എല്ലാം ഒരു തവണ കൂടി വായിച്ചു നോക്കുക. എന്നിട്ട് എക്സാമിന് ഏറ്റവും നല്ല രീതിയിൽ എക്സാം എഴുതി ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ A+ 60 മാർക്ക് മേടിച്ചിട്ട് നിങ്ങളുടെ ഷാഡോ ടീച്ചറിനൊക്കെ മെസ്സേജ് അയച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഞങ്ങളുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഗുണം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം തന്നെ എക്സാമിന് എല്ലാവർക്കും നല്ല രീതിയിൽ മാർക്ക് കിട്ടട്ടെ എന്ന് ഞങ്ങൾ 3 സാറന്മാരുടെ പേരിലും അതുപോലെ തന്നെ ലിൻഡോ സാർ നിങ്ങൾക്ക് വേണ്ടി ഇത്ര നേരം താഴെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്ലൈഡൊക്കെ മാറ്റി തന്നത് ലിൻഡോ സാറാണ്. ലിൻഡോ സാറിന്റെ പേരിലും ആശംസിച്ചുകൊണ്ട് സാറ് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ടാറ്റ. ഓക്കെ.